സംസ്ഥാനത്ത് വൈദ്യുതി വകുപ്പിൻ്റെ അനർട്ട് വഴി നടക്കുന്ന ഗുരുതരമായ അഴിമതികളെ സംബന്ധിച്ച് ചില വസ്തുതകൾ ഞാൻ പുറത്തുവിടുകയുണ്ടായി. ഞാൻ ഉന്നയിച്ച അഴിമതി ആരോപണം വസ്തുതകളുടെ പിൻബലത്തിലാണ്, രേഖകളുടെ പിൻബലത്തിലാണ്. കഴിഞ്ഞ 4 ദിവസമായി സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി ഇതിനുമായും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് ഞാൻ 9 ചോദ്യങ്ങൾ കോഴിക്കോട് വെച്ച് മിനിഞ്ഞാന്ന് ഞാൻ ചോദിച്ചു. അതിനും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. കേരളത്തിൽ നടക്കുന്ന ഗുരുതരമായ ഒരു അഴിമതിയാണ് അനർട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ പുറത്തുവിട്ടത്. അത് മന്ത്രി പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകുമെന്നാണ്. ഇത് മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു സ്വകാര്യ ഇടപാടല്ല. കേരളത്തിലെ ജനങ്ങളുടെ പണം, കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പണം ഈ വഴിവിട്ട നിലയിൽ ചെലവഴിക്കുകയും അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളുണ്ടെന്ന് രേഖകളുടെ പിൻബലത്തോടെ ഞാൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ നിന്ന് വൈദ്യുതി മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അനർട്ട് CEO നടത്തിയിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ചാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത്. 5 ലക്ഷം രൂപ വരെ മാത്രം ടെൻഡർ ചെയ്യാനുള്ള അധികാരമുള്ള ഒരാൾ കോടികളുടെ ടെൻഡറുകൾ നടത്തിയതിനെ സംബന്ധിച്ച് ഒരക്ഷരവും ഇതുവരെ മന്ത്രി പറയുന്നില്ല. 240 കോടി രൂപയുടെ ടെൻഡറാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളത്? വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് അനർട്ട്. അനർട്ടിലെ ഫൈനാൻസ് ഓഫീസർമാർ അറിഞ്ഞിട്ടില്ല, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞിട്ടില്ല. CEO നേരിട്ട് നടത്തുന്ന ഏതാനും കരാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ടെൻഡറുകളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് വൈദ്യുതി വകുപ്പ് സെക്രട്ടറിയോട് അന്വേഷിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചുവെന്നാണ് ആദ്യം പറഞ്ഞത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ പത്രക്കാരോട് മന്ത്രി പറഞ്ഞത് വൈദ്യുതി വകുപ്പ് സെക്രട്ടറി സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഈ അഴിമതി വിധേയനായ വ്യക്തി തന്നെ അന്വേഷിക്കുമെന്നാണ്. എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനൊരു അറിവുള്ളത്. ഒരു വ്യക്തിയെപ്പറ്റി അഴിമതി ആരോപണം ഉണ്ടായാൽ ആ വ്യക്തി തന്നെ അന്വേഷിക്കണമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? മുഖ്യമന്ത്രിയെ കണ്ട് വൈദ്യുതി മന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് മേൽ നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? അനർട്ടിൻ്റെ CEO ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയായ നടപടിയല്ല. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഇടപാടുകളെ സംബന്ധിച്ച് ശരിയായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു ഫോറൻസിക് ഓഡിറ്റ് നടത്തണം. അതിനുശേഷം ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. ഇതിനകത്തെ PM കുസും പദ്ധതി പ്രകാരമാണ് ഏറ്റവും വലിയ കോടികളുടെ 100 കോടി രൂപയെങ്കിലും അഴിമതി ഉണ്ടായിട്ടുള്ളത്. PM കുസും പദ്ധതി എന്നത് കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. സൗരോർജ പമ്പുകൾ സൗജന്യമായി കർഷകർക്ക് വെച്ചു കൊടുക്കാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 30% കേന്ദ്ര ഗവൺമെൻറ്റും 30% സംസ്ഥാന ഗവൺമെൻറ്റും ബാക്കി വരുന്നത് കർഷകരും എന്നുള്ള നിലയിലാണ് വെച്ചത്. കേരളത്തിൽ ഇത് നബാർഡിൽ നിന്ന് പലിശയ്ക്ക് പണമെടുത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് നബാർഡിൽ നിന്ന് പണമെടുത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ 100% ഗവൺമെൻറ്റാണ് ഇതിൻ്റെ പണം, കേന്ദ്രവും സംസ്ഥാനവുമാണ് നൽകുന്നത്. ഇതിലുണ്ടായിരിക്കുന്ന ഗുരുതരമായ അഴിമതിയാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത്. ഇതിൻ്റെ എല്ലാം വിശദമായ രേഖകൾ മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. PM കുസും പദ്ധതിയിൽ തന്നെ 100 കോടി രൂപയിലധികം അഴിമതി ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെയാണ് വിവിധ വകുപ്പുകളിൽ സോളാർ പാനലുകൾ വെക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത്. വൈദ്യുതി മന്ത്രി അറിയാതെ എങ്ങനെ ഈ
ഇത്രയും വലിയൊരു പദ്ധതി നടപ്പാക്കും? ഈ അഴിമതികൾ അദ്ദേഹം കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയാണോ? അപ്പോൾ വൈദ്യുതി മന്ത്രിയുടെ ഓഫീസും മന്ത്രിയും അറിയാതെ ഈ അഴിമതിക്ക് കളമൊരുങ്ങില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന എല്ലാ ടെൻഡറുകളും പൊട്ടിച്ചു നോക്കേണ്ടത് ഫൈനാൻസ് ഓഫീസറാണ്. താൽക്കാലിക ജീവനക്കാരാണ് ഇപ്പോൾ അവിടെ ടെൻഡർ പോലും പൊട്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തുവിട്ട രേഖകൾക്കനുസരിച്ച് അവർ ഇതിൽ ടെൻഡറിൽ പൊട്ടിച്ച് ടെൻഡർ തിരുത്തി എന്നുള്ള വസ്തുതയും ഞാൻ പുറത്തു കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ ഇതേ സംബന്ധിച്ച് ഇതുവരെ മന്ത്രിയോ സിഇഒ വിശദമായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. വൈദ്യുതി മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന കമ്പനിയുടെ പേര് ഇപ്പോൾ EY ആണ്. ആ EY എന്ന് പറയുന്ന കമ്പനിയെ തന്നെ കൺസൾട്ടൻ്റായി നിയമിച്ചത് വളഞ്ഞ വഴിയിലൂടെയാണ്. അങ്ങനെ കൺസൾട്ടൻ്റായി നിയമിച്ച ആ കമ്പനിയിൽ അനർട്ടിലെ താൽക്കാലിക ജീവനക്കാരനെ അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ മാസവേതനത്തിൽ നിയമിക്കുകയും അയാളെ തന്നെ വീണ്ടും തിരിച്ച് റീഡിപ്ലോയ് ചെയ്യുകയും ചെയ്തത് അഴിമതി സുഗമമായി നടത്താൻ വേണ്ടിയാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ട് ഈ വസ്തുതകളെപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. വൈദ്യുതി വകുപ്പിനെതിരായിട്ടുള്ള ആരോപണം തന്നെയാണിത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് വൈദ്യുതി മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം പുറത്തുവിടണം. ഈ അഴിമതി അവസാനിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണം. അനർട്ടിലെ സിഇഒയെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണം ഉണ്ടാകാൻ. അതുകൊണ്ട് ഇത് പൂച്ച പാല് കുടിക്കുന്ന പോലെ വൈദ്യുതി മന്ത്രി ഞാനൊന്നും പറഞ്ഞില്ല എന്ന മട്ടിൽ പെരുമാറുന്നത് ശരിയല്ല. വൈദ്യുതി മന്ത്രിയുടെ ഓഫീസും അദ്ദേഹവും ഇതിനകത്ത് ഈ അഴിമതി നടത്താൻ കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇതേ സംബന്ധിച്ച് മുഖ്യമന്ത്രി തൻ്റെ നിലപാട് വ്യക്തമാക്കണം. ഈ അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.